എക്സ്റ്റിങ്വിഷർ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ അറിയോ? നമ്മൾ പോകുന്ന സിനിമാ തിയേറ്റർ, മോള്, സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റല്, ബസ് സ്റ്റാൻഡ്, അതല്ല എല്ലാ ഇടങ്ങളിലും നമ്മൾ കാണുന്ന ഒരു സാധനമാണ് എക്സ്റ്റിങ്വിഷർ. ഈ എക്സ്റ്റിങ്വിഷർ പ്രവർത്തിപ്പിക്കേണ്ടത് ആരാ വെച്ചാൽ, ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും വരില്ല. ആരാണോ കാണുന്നത്, ആ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞ ഒരു വസ്തുവിൽ തീപിടിക്കുമ്പോൾ ആരാണോ കാണുന്നത്, ആദ്യം കാണുന്നയാൾ ഉപയോഗിക്കേണ്ട പ്രാഥമിക അഗ്നിശമന മാധ്യമമാണ് ഈ എക്സ്റ്റിങ്വിഷർ എന്ന് പറയുന്നത്. ഇതേപോലെ വേറെ ഒന്ന് കാണാം, CO2 എക്സ്റ്റിങ്വിഷർ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമ്മൾ കാണുന്ന ഈ എക്സ്റ്റിങ്വിഷർ അങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു ലോക്കിംഗ് ഉണ്ടാവും. അതായത് ഒരു പിന്നിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നിട്ട് ലോക്ക് ചെയ്ത് വെച്ചത് എന്തിനാ വെച്ചാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഇതിനകത്തുള്ള പൗഡർ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ പിന്ന് റിമൂവ് ചെയ്യുക. ഫുൾ ദ പിൻ, അതായത് പിന്ന് വലിക്കാനാണ് ആദ്യം പറയുന്നത്. പിന്ന് വലിച്ച ശേഷം ഇതിനകത്തൊരു ലോക്ക് കൂടി ഉണ്ടാവും. ആ ലോക്കും പിന്നും വലിച്ചതിന് ശേഷം എന്താണ്, നമ്മൾ എവിടെയാണോ ഫയർ, എന്ത് വസ്തുവിലാണോ തീപിടിച്ചത്, ആ തീപിടിച്ച വസ്തുവിലേക്ക് എയിം ചെയ്യുക. അതോടുകൂടി എന്ത് ചെയ്യുക, സ്ക്വീസ് ചെയ്യുകയും ഒന്ന് അടിച്ചു കൊടുക്കുക, സേഫ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ എന്താവും, അവിടെയുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും ആ ഫയർ ഇല്ലാതാവുകയും ചെയ്യും. ഓക്കെ, ഇനി ഒരു സാഹചര്യത്തിൽ വന്നാൽ ഓടരുത്. എക്സ്റ്റിങ്വിഷർ ഉണ്ടെങ്കിൽ പിന്നൂര, ഫുൾ ദ പിൻ, എയിം ദ ഫയർ, സ്ക്വീസ് ആൻഡ് സെർവ്. ഓക്കെ.